എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര നാളൊരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ചാനലാണ്. നമ്മളത് കപ്പിൾ ചാനലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി മുതൽ നമ്മളായിരിക്കും ഇതിനകത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. ലോക്കൽസ് അല്ലല്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇന്നൊരു ടാസ്കുമായിട്ട് വന്നേക്കുന്നത്. എനിക്കല്ല ടാസ്ക്, നിനക്കറിയാൻ ടാസ്ക് തരാൻ പോകുന്നത്. അതെ, നിന്റെ നെഞ്ചത്തേക്ക് തന്നെയാണ് കയറാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങളിപ്പോ ഗേൾസിന് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, സാമഗ്രികൾ, സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും കോമൺ ആയിട്ട് ഞങ്ങൾ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഓരോന്നിന്റെയും ഇമേജ് കാണിക്കും. അത് എന്തിനു യൂസ് ചെയ്യുന്നതാണ്, അറ്റ്ലീസ്റ്റ് അതിന്റെ പേര് പറയാ, അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ടെൻഷനൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് സാധനം ഇതാണ്. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എടാ, എല്ലാ ഗേൾസ് ഉപയോഗിക്കുന്നതാണ്. കമ്പിത്തിരി അല്ല. ഞാൻ ഈ സംഭവം അതില്ല. ഇത് ഇത്ര സംഭവം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം കണ്ടിട്ടുണ്ടോ നോക്ക്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുക്കള സവാള അല്ല, സവാളൊന്നല്ല. മേക്കപ്പിനോട് യൂസ് ചെയ്യുന്ന സാധനം. മേക്കപ്പിന് എന്താ ഇത്? മറ്റേ സാധനം, ആ ഒരു ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്ന, മറ്റേ മുഖത്ത് പുട്ടിയിടുന്ന. നമ്മള് മേക്കപ്പിന് ഉപയോഗിക്കുന്ന സ്പഞ്ചറാണ് സംഭവം. അതാണ് ഫസ്റ്റ് കൊടുത്തിരുന്നത്. ഉരുളക്കിഴങ്ങ് പോലെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. പേര് പറഞ്ഞില്ല, ആ പർപ്പസ് പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡ്രസ്. ഇതെന്തായിട്ടെന്ന് പറയും. ഇത് ജിമ്മിൽ ഉപയോഗിക്കുന്നത്. ജിമ്മൊന്നല്ല, പെൺകുട്ടികൾ മാത്രമേ സാധനം ഉപയോഗിക്കാറുള്ളൂ. പെൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇത് വലിയ പാടാട്ടോ. ഇത് ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടൊന്നുമില്ലല്ലോ. കണ്ടിട്ടില്ല, ഇവിടെ ഇല്ല, എനിക്കില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇല്ല, കല്യാണത്തിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, പാർലറിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ടാസ്കാണ്. ത്രെഡ് അല്ല, പക്ഷെ അതൊക്കെ ആയിട്ട് ഏകദേശം ഒരു ബന്ധമൊക്കെ പിരികത്തിന്റെ അടുത്തെത്തി. അത് കട്ട് ചെയ്യുന്നതാണോ? കട്ട് ചെയ്യുന്നല്ല, അത് കേൾ ചെയ്യുന്ന സാധനം. അതിനൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഐലാഷസ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിങ്ങനെ കേൾ ചെയ്യുന്ന ഐലാഷ് കേളറാണ്. അതിനൊരു സാധനം ഉണ്ട്. ഇല്ല, അത് തരാൻ പറ്റില്ല. ഇനി ഇത് നെക്സ്റ്റ്. ഇത് മുഖത്തിടുന്ന എന്തോ സാധനം അല്ല, മുഖത്തിടുന്നല്ല. മേക്കപ്പ് ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പെൺകുട്ടികൾ മാത്രമേ സാധനം യൂസ് ചെയ്തു. ഇത് മറ്റേ ബ്രാൻഡ് കട്ടിയോടെ ഉപയോഗിക്കുന്ന പാടാണ്. അല്ല, പാടല്ല, ഏകദേശം അതിന്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്. പിടിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. വേണ്ട, ഇത് പറയാൻ പറ്റും എനിക്ക് തോന്നല്ല. ഇത് നിപ്പിൾ പാഡാണ്. നിപ്പിൾ പാഡ്, അതായത് ഇപ്പൊ ബ്രായൊക്കെ യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മള് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിട്ട് ഈ കുഞ്ഞു സാധനം മാത്രം ഫിലിം സ്റ്റാർസ് ഒക്കെ ഇതാണ് യൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്. ഇതെന്തായാലും പറയാൻ എളുപ്പമായിരിക്കും. ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, ചക്ക യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് വായിച്ചോക്കണ്ട, അതിന്റെ പേര് വായിച്ചോക്കണ്ട. അത് എന്താ സംഭവം? ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സംഭവമാണത്. ഫേസിൽ ഉപയോഗിക്കുന്നതല്ല. അല്ല, എനിക്ക് എന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? നിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നീ വഴക്കുള്ള കാര്യം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് മേക്കപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്തു തരാറുള്ള കാര്യം എന്താ? ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തു തരാറുണ്ട്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. കയ്യിലും കാലയിലൊക്കെ ചെയ്യാറുണ്ട്. അതല്ല, സ്ക്രബിങ് അല്ല. കയ്യിലും കാലയിലൊക്കെ മോയ്സ്ചർ അല്ല.
വേറെ കയ്യില് കാലിലൊക്കെ ഇട്ട് എടുത്ത സാധനം. നെയിൽ പോളിഷ്. നെയിൽ പോളിഷ് ആയിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ക്ലീനറോ? നെയിൽ പോളിഷ് ക്ലീനർ അല്ല, റിമൂവർ. ഇത് ഇങ്ങനെയൊന്നും നമ്മള് യൂസ് ചെയ്തിട്ടുണ്ട്. പേപ്പർ കുപ്പിക്കകത്തല്ലേ? ഇല്ല, പേപ്പർ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കുറച്ച് ഓർമ്മയില്ലേ, ഒരു പേപ്പർ പോലത്തെ സാധനം. എന്റെ പോലെ ഇതൊക്കെ വലിയ പാടാട്ടോ. അത് അത് ഞാൻ എളുപ്പമുള്ളത് തരാം നിനക്ക്. നെക്സ്റ്റ് വൺ. ഇത് എവിടെയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടോ? ചായക്കട കണ്ടിട്ടുണ്ട്. ഉഴുന്നോടെ അല്ല, ഇങ്ങനെ ഒരു സാധനം എവിടെയെങ്കിലും. ഇത് മറ്റേ തലയില് മുടി കെട്ടുന്ന ഈ ആ സാധനമില്ലേ, അതിന് പേരൊക്കെ ഉണ്ടോ? ചായക്കട പറഞ്ഞ പേര് തന്നെയാ, വട. വട തന്നെ പറയുന്നതിന്. നമ്മൾ ഈ ഡാൻസ് ഒക്കെ കളിക്കില്ലേ, ഈ ഭരതനാട്യം കുച്ചിപ്പിടി ഒക്കെ കളിക്കുന്നവര് ഇങ്ങനെ തലമുടി കെട്ടിക്കുന്ന, ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മള് ഹെയറിൽ വെക്കുന്ന സാധനമാണ് വട എന്ന് പറയുന്നത്. അതിന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. വട അത് ചായക്കടയിലെ വട അല്ല. പേര് പറയാൻ ഇനി ഒരു വെറൈറ്റി സാധനം. എനിക്ക് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ്, പക്ഷെ ഞാൻ വാങ്ങണം വിചാരിച്ചിട്ട് ഇതുവരെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലേ സംഭവം. വെള്ളം കുടിക്കുന്ന ഇതിൽ കൂടെയോ? ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല, പക്ഷെ ഗേൾസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അല്ല അല്ല അല്ല, ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഇതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇത് സാധനമാണോ? നമ്മള് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടി നിർത്തുന്നത് എന്തിനാ? അല്ലാതെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടോ? യൂറിനൽ മറ്റേ കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനം. എന്താ സംഭവം, എങ്ങനെ, എന്താ യൂസ് എന്ന് പറയും, പർപ്പസ് പറയും. അത് നമുക്ക് മറ്റേ ഈ യൂറിൻ കളക്ട് ചെയ്യാനല്ല, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് പിന്നെ ക്ലീൻ ചെയ്താൽ മതിയല്ലോ. ഇല്ലില്ല, അതല്ല കളക്ട് ചെയ്യലല്ല. വാഷ്റൂമിൽ പോകുമ്പോഴുണ്ടല്ലോ, ഗേൾസ് വാഷ്റൂമിൽ പോകുമ്പോ ഇപ്പൊ നമ്മളിപ്പോ പെട്രോൾ പമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോ ടോയ്ലറ്റ് ഒക്കെ അത്ര ക്ലീൻ ആയിരിക്കില്ലല്ലോ, അപ്പൊ നിന്ന് മുദ്രയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടി യൂസ് ചെയ്യും ഈ സാധനം. ഇതെനിക്കറിയാം. ഇതെന്താ? പേര് പറ. അത് മേടിച്ചു, അത് സാധനം പേര് പറയും. പേരറിയാം, ഞാനത് പറയുകയും ചെയ്തു. എം വെച്ചിട്ട് തുടങ്ങുന്നത്. ഐലൈനർ അല്ല അത്. മാർക്കോണി മസ്കാര. മസ്കാര. ഈ സംഭവം ഇത് പാടിനാര് ഉപയോഗിക്കുന്നത്. അതിന്റെ പേരെന്താ? കപ്പ്. എന്ത് കപ്പ്? അതന്നെ പോരട്ടെ, മിനിസ്റ്റർ കപ്പ്. മിനിസ്റ്റർ കപ്പ്. ഓക്കെ, ഈ സംഭവം. നെക്സ്റ്റ് പെൻസിൽ. എന്ത് പെൻസിൽ? പെൻസിൽ സാധാരണ കളർ ചെയ്യാൻ വേണ്ടി. എവിടെ? ഈ കളറിലോ? ഈ കളറിൽ എങ്ങനെ പിരികത്ത് വരയ്ക്കുന്നത്? വേറെ എവിടെയൊക്കെ വരയ്ക്കാം? ലിപ്സ്റ്റിക് അല്ല, അതിനെന്താ പറയാ? ലിപ് ലൈനർ. ശരി ശരി. ലാസ്റ്റ് ഞാനെല്ലാം പറഞ്ഞേ, ഒരെണ്ണോ രണ്ടെണ്ണം, ബാക്കിയെല്ലാം വടയൊക്കെ കൂട്ടാം. വടയൊന്നും ശരിയല്ല. ഓക്കെ, ഇത് പറ. ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ഷുഗർ പോപ്പ്. ബ്രാൻഡിന്റെ പേരൊന്നും വായിക്കണ്ട. ഇത് മുമ്പ് കണ്ട സാധനം തന്നെയല്ലേ? എന്ത്? മസ്കാര. മസ്കാര അല്ലത്. ഈ കളറിലോ? ഈ റെഡ് കളറൊക്കെ ലിപ്സിലായിരിക്കണം ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ലിപ്സില് മറ്റേ
ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് അല്ല, ലിപ്സ്റ്റിക്കിന്റെ ഫ്ലൂയിഡ് ആയിട്ടുള്ള സംഭവത്തിന് എന്താ പറയാ? ബാമോ? ലിപ് ബാമോ അല്ല, ലിപ് ഗ്ലോസ് കേട്ടിട്ടുണ്ടോ? ലിപ് ഗ്ലോസ് അങ്ങനെ എന്നുവെച്ചാൽ നമ്മള് ഇപ്പൊ ചിലര് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നനഞ്ഞ പോലെ ഇരിക്കില്ലേ, അങ്ങനത്തെ ഒരു സാധനം, ഒരു മോയ്സ്ചറൈസ് ചെയ്ത ഒരു സാധനം. ലിപ് ബാം ഇടുന്ന ഒരു എഫക്റ്റ് അല്ല, ഇങ്ങനെ വെള്ളം പോലെ നനവ് പോലെ ഇരിക്കില്ലേ, ആ ഒരു സംഭവം. അപ്പൊ ഏതാണ്ടൊക്കെ അറിയാല്ലേ. എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും ഇതിനെ കുറിച്ച് ഞാനുള്ളതൊന്നും എനിക്കും അറിയില്ലായിരുന്നു, സത്യമായിട്ട് എനിക്ക് അപ്പൊ നമ്മുടെ ടാസ്ക് വളരെ ഗംഭീരമായിട്ട്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പോ സ്റ്റേ ട്യൂൺ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതെ. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.